ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഒരു ചെറിയ ചലഞ്ച് ആയിട്ടാണ് വന്നോണേ. ചലഞ്ച് എന്നും പറയാം, അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് എന്നും പറയാം. അപ്പോൾ ഇത് HTC എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 10 വർഷം മുമ്പത്തെ ഫോണാണ്. ഇത് 10,000 രൂപയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയണം, സോണി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഫോണാണ്. ഇതും 10 വർഷം തന്നെയാണ്. ഇതിൻ്റെ വില 24,000 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത് നിലത്തിട്ട് വെക്കും. ഏതിലാണ് ഏറ്റവും ഫസ്റ്റ് കൂടുതൽ ഡാമേജ് വരിക പറഞ്ഞാൽ ചിലപ്പോൾ ഇതിങ്ങനെ ഇടും, എന്നിട്ട് വില മാറ്റമുണ്ടോയെന്ന് നോക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇനിയും ഉയർത്തുന്നുണ്ട്. അങ്ങനെ എനിക്ക് പറ്റണ പോലെ, എനിക്ക് പറ്റണ അത്ര ഉയരത്തിൽ ഞാൻ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് ഇത്ര ഉയരം. കവറിന് ഒന്നും പറ്റിയിട്ടില്ല, ഫോണിനും ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ സ്ലിപ്പായിട്ട് ഇങ്ങനെ വീഴും. ശരിയല്ലേ? ഇങ്ങനെ വീഴും. അപ്പോൾ ഇത് നോക്കുകയാണ്. ഉണ്ട് ഗൈസ്, ചെറുതാണ്. ഇവിടെ ഒരു ചെറിയ ഇത് കണ്ടോ, ഇത് വെള്ള പെയിന്റ് ഒന്നുമല്ല. ഇങ്ങനെ ഇവിടെ ഒന്നുമില്ല, ഇങ്ങനെ ഒട്ടി നിൽക്കില്ലേ, ഇങ്ങനെ പോരണതാ കണ്ടോ. പക്ഷെ ഇത് വലിയ ഡാമേജ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സ്ക്രീനുമ്മ വരുന്ന ഡാമേജാണ് ഏറ്റവും കൂടുതൽ നോക്കണം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ട്രൈ ചെയ്യാം. ഇത്ര വരും പോയി ഗൈസ്, ഇതിന്റെ സ്ക്രീൻ കാർഡ് ഇതേ പോയി. നോക്കി കണ്ടോ ഗൈസ്, സ്ക്രീൻ കാർഡ് പോയി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ബാറ്ററി പോന്നു, തന്നെ പോകുന്നതാണ് കേട്ടോ. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ കാർഡ് നോക്കി ഫുള്ള് പൊട്ടി. ഇത്രയ്ക്കും പൊട്ടി. മുമ്പ് ഇത്രയ്ക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇല്ല, ഫുള്ള് പൊട്ടി സ്ക്രീൻ കാർഡ്. പിന്നെ ഈ ഫോൺ, നമ്മുടെ സോണിയുടെ ഫോൺ, 24,000 ഫോൺ, ഇതുവരെ ഒരു പ്രശ്നവും ഇല്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഇത്രയ്ക്ക് പോയി, എന്നാലും ഫണ്ണാണല്ലോ. ഇത് HTC പോയി. നമുക്ക് ഈ സോണിന് പൊട്ടിക്കാൻ എത്ര ആവശ്യമുണ്ടെന്ന്, എത്ര പവർ ആവശ്യമുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത്ര വരുത്തുന്ന നമ്മുടെ HTC എന്ന് പറഞ്ഞ ഫോണ് എറിഞ്ഞാൽ വീഴും. സോണി ഒരു വർഷവും പറ്റില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ഫോഴ്സിൽ എറിയാൻ പോവാണ്. അപ്പോൾ ക്യാമറമാൻ അവിടെ നിൽക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സോണി തന്നെ എറിയാം. ഇനി അടുത്തത് HTC. അതെ, എല്ലാവരും കണ്ടോ, ഇത്രയ്ക്കാണ് ഉള്ളത്. ഇനി ഇതിനാണ് കൂടുമെന്ന് നമുക്ക് കാണാം. ഓക്കെ, ബാറ്ററിയും പോയി, മുമ്പ് പോയ ബാറ്ററിയും പോയി. പിന്നെ അപ്പോൾ ഗൈസ് ബാറ്ററി പോയി, പിന്നെ ഈ സാധനം പോയി. ഇതൊന്ന് മുമ്പുണ്ടായത് തന്നെയാണ്, വലിയ അതിശയമൊന്നുമില്ല. പിന്നെ സ്ക്രീൻ കാർഡ് ഇത്രയ്ക്കായിരുന്നു മുമ്പ് പോയേ. ഇപ്പോൾ ഇവിടെ പൊട്ടി, ഇനി ഇവിടെയും നന്നായി പൊട്ടി. നല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി ഇതറിയാം. അപ്പോൾ ഫസ്റ്റ് HTC അറിയാം. അപ്പോൾ ഇനി ഈ ഫോൺ കവർ വീണ്ടും ഫിക്സ് ചെയ്യണ്ടല്ലേ, ഇത് വേണ്ട. അപ്പോൾ എവിടെയാണ് നമ്മൾ കുത്തലറിയാം. അപ്പൊ അത് പിന്നെ നോക്കാം. ഇനി നമ്മുടെ സോണി അറിയാൻ പോവാണ്. വരിക പണി കഴിഞ്ഞു ഗൈസ്. നോക്ക് ഗൈസ്, മുമ്പ് ഇത്രയ്ക്ക് ഉണ്ടായിരുന്നോ? നിങ്ങൾ തന്നെ പറ, ഇങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല. ഇനി നമ്മുടെ സോണിന്റെ അവസ്ഥ കാണുക ഗൈസ്. നോക്ക്, ഫുള്ള് പോയിട്ടുണ്ട് കണ്ടോ. സ്ക്രീൻ കാർഡ് പോയി. പിന്നെ ഈ മേലെ ഉണ്ടായിരുന്ന ഈ സൗണ്ടിൻ്റെ ഒരു കവറിങ് ഉണ്ടാവില്ലേ, അത് പോയി. സ്ക്രീൻ കാർഡ് നോക്ക് ഗൈസ്, കഴിഞ്ഞില്ല. പിടിച്ചേ നോക്കിയേ, മിററോ എന്താ മിററൊക്കെ? സംഭവം ഫോണുകൾക്ക് മിററോ? ഫസ്റ്റ് ടൈം ആട്ടെ ഞങ്ങൾ മിറർ
അപ്പോൾ ഇത്രയ്ക്കും പൊട്ടി. ഇത് എപ്പോഴാണ് പൊട്ടിയേ? നമ്മളിങ്ങനെ കുത്തനെയുള്ള പവർ ഫുള്ള് ഇട്ടിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായി HTCൻ്റെ 10 വർഷം മുമ്പുള്ള 10,000-ൻ്റെ ഫോണല്ല നല്ലത്, സോണിൻ്റെ 10 വർഷം മുമ്പത്തെ 24,000-ൻ്റെ ഫോണാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? ഈ ഫോണ് ഒരു 7 വർഷം മുമ്പ് റോട്ടിൽ വീണു. എന്നിട്ട് അതിന് മേലെ കൂടെ ഈ സോണി കിട്ടുമോ, അതിന് മേലെ കൂടെ കാറ് കയറി. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ച് നാശമായി ഉണ്ടാവുമെന്ന്. എന്നിട്ട് പോക്കറ്റ് അപ്പോൾ സ്ക്രീൻ കാർഡ് ചെറുതായി ഇങ്ങനെ ഇതേപോലെ ചെറുതായി ഇതേപോലെ ഒരു 2 വര വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നാശമായി എന്ന് വിചാരിച്ചു. ഞങ്ങൾ തുറന്നു നോക്കിയില്ല, നേരെ പോക്കറ്റ് വെച്ചു. കടയ്ക്ക് പോകുമ്പോൾ ഞങ്ങളൊരു കസിൻ ഇതേ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നോക്കുമ്പോൾ ഡിസ്പ്ലേ പോയിട്ടില്ല, എല്ലാം കറക്റ്റ്, ഒരു കുഴപ്പമില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായേ 24,000-ൻ്റെ ഫോൺ ഗുണമുണ്ടെന്ന്. അപ്പോൾ ഗൈസ്, ബൈ ബൈ.